ജീവിതം വഴിമുട്ടിയതോടെ കോഴിക്കോട് മലയോര മേഖലയിലെ കർഷകർ കൃഷി ഉപേക്ഷിക്കാനൊരുങ്ങുന്നു. വന്യമൃഗശല്യം രൂക്ഷമായ സാഹചര്യത്തിലാണ് കർഷകർ കടുത്ത നടപടിയിലേക്ക് കടക്കുന്നത്. ബാലുശ്ശേരി തലയാട് മേഖലയിൽ നിന്ന് കഴിഞ്ഞ 5 വർഷത്തിനിടെ നിരവധി കുടുംബങ്ങളാണ് വന്യമൃഗ ശല്യത്തിൽ പൊറുതിമുട്ടി സ്വന്തം വീടും കൃഷിയിടവും ഉപേക്ഷിച്ച് പോയത്. മണ്ണിൽ പൊന്നു വിളയിക്കുന്നവരാണ് ഓരോ കർഷകരും. കോഴിക്കോട് ബാലുശ്ശേരി മണ്ഡലത്തിലെ തലയാട് ചുരത്തോടിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. ഇവിടെയുള്ള കർഷകരുടെ തീരാദുരിതം കഴിഞ്ഞ കുറേ അധികം നാളുകളായി തുടരുകയാണ്. അവരുടെ ദുരിത ജീവിതത്തിലേക്കാണ് 24 ക്യാമറ വയ്ക്കുന്നത്. ചെങ്കുത്തായ ഈ മലകൾ താണ്ടി പ്രതിസന്ധികളെ അധ്വാനം കൊണ്ട് തോൽപ്പിച്ച് മണ്ണിൽ പൊന്നു വിളയിക്കുന്നവരാണ് ഇവിടുത്തെ ഓരോ കർഷകരും. കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലകളായ ചക്കിട്ടപ്പാറ, കൂരാച്ചുണ്ട്, പനങ്ങാട്, കോടഞ്ചേരി, തിരുവമ്പാടി, കൂടരഞ്ഞി പഞ്ചായത്തുകളിൽ കഴിഞ്ഞ 1 വർഷമായി കാട്ടാന ശല്യം അതിരൂക്ഷമാണ്. സ്വന്തം കൃഷിയിടത്തിലേക്കൊന്ന് കയറാൻ പോലും പറ്റാതെ വലിയ മരങ്ങൾ പിഴുതിട്ടിരിക്കുകയാണ് കാട്ടാനക്കൂട്ടം. അത്രയേറെ ദുസ്സഹമാണ് ഇവിടുത്തെ ഓരോ കർഷകന്റെയും ജീവിതം. ഈ വഴിയിലൊക്കെ ഇങ്ങനെ തടസ്സം വരുന്നത് ഈ ആനകൾ കടച്ചാക്കുക, മരം മുറിച്ച് ഇങ്ങോട്ട് റോഡിൽ കെട്ടിട്ടേ അതെങ്ങനെ കുത്തി തള്ളിയിടുന്നാണോ? കുത്തി ഇങ്ങോട്ട് മറിച്ചിടുക, റബ്ബർ എന്നിട്ട് അതിന്റെ ഇലൊക്കെ കഴിക്കുക. റബ്ബർ, കുരുമുളക്, അടക്ക, കപ്പ, തേങ്ങ എന്നിവയാണ് ഈ മേഖലയിലെ പ്രധാന കൃഷി. എന്നാൽ കഴിഞ്ഞ 1 വർഷമായി കൃഷി ചെയ്യുന്നതല്ലാതെ വന്യമൃഗശല്യം കാരണം വിള ലഭിക്കുന്നില്ലെന്ന് കർഷകർ പറയുന്നു. ഇവിടെ മൊത്തം കൃഷിയായിരുന്നു, ഈ ഏരിയ മൊത്തം. ഇപ്പോൾ ആൾക്കാർ തീരെ ഇല്ല ഇവിടെ. ഇപ്പം ഞാൻ ഒറ്റയ്ക്കല്ല ഈ ഭാഗത്തുള്ളൂ. താമസത്തിന് മുമ്പ് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ആ മല മൊത്തം ആൾക്കാരായിരുന്നു ഇവിടെ. ഇപ്പോൾ ആരും ഇല്ല ഇവിടെ, എല്ലാവരും പോയി. ഇപ്പോൾ 26 വർഷം ഞാനിവിടെ ഉണ്ടെങ്കിലും കൂടിയിട്ട് അതിൽ കുറച്ച് ഭാഗം ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു, ഒരു മൃഗത്തിൻ്റെ ശല്യവും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, ആ കണ്ടീഷനപ്പോൾ. ഈ മേഖലയിൽ വന്യമൃഗങ്ങളെ പ്രതിരോധിക്കാൻ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചിരുന്നുവെങ്കിലും നിലവിൽ എല്ലാം പ്രവർത്തനരഹിതമാണ്. അതിനാൽ വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കിഫ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. വനഭൂമിയിൽ വളർത്തേണ്ട മൃഗങ്ങളെ വനഭൂമിയിൽ മാത്രമായിട്ട് വളർത്തുകയും കൃഷിഭൂമി പരിപൂർണമായിട്ടും കൃഷിഭൂമിയായിട്ട് തന്നെ സംരക്ഷിക്കുകയും വേണം. ഞങ്ങളാരും വനത്തിനോ വന്യമൃഗങ്ങൾക്കോ എതിരല്ല. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഇവിടെ ഈ പറയുന്ന സ്ഥലങ്ങളിൽ ഒരു 18 ഏക്കർ ഭൂമിയാണെന്ന് പറയുന്നു. ഈ 18 ഏക്കർ ഭൂമിയിൽ ആയിരക്കണക്കിന് റബ്ബറാണ് കാട്ടാന ഇറങ്ങിയിട്ട് നശിപ്പിച്ചിരിക്കുന്നത്. അത് കൂട്ടമായിട്ട് വന്നിരിക്കുന്നത്. എൻ്റെ പുറകിൽ കാണുന്ന ഈ റബ്ബർ തോട്ടങ്ങൾ അത്രയും കഴിഞ്ഞ ദിവസം കാട്ടാനക്കൂട്ടം നശിപ്പിച്ചതാണ്. കഴിഞ്ഞ 3 മാസത്തിനിടയിൽ 3000-ലധികം റബ്ബർ മരങ്ങളാണ് കാട്ടാനക്കൂട്ടം പിഴുതെറിഞ്ഞത്. ശാസ്ത്രീയമായ അടിയന്തര നടപടിയാണ് വിഷയത്തിൽ കർഷകർ ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം ഷഹദ് റഹ്മാൻ, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. അപ്പോൾ കർഷകർക്ക് അവിടെ നിന്ന് സ്ഥലം ഉപേക്ഷിച്ചു പോകേണ്ടി വരുന്നു, കൃഷിയിടങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരുന്നത് സങ്കടകരമായ കാഴ്ചയാണ്. വർഗീസ് തട്ടേക്കാട് പറയുന്നുണ്ട്, കീരമ്പാറ പഞ്ചായത്തിലും ഇതേ അവസ്ഥയാണ്, ആനശല്യം രൂക്ഷമാണ് എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇമ്മാനുവൽ ടൈറ്റസ് പറയുന്നത്, വനം വകുപ്പ് പ്ലാന്റേഷൻ എന്ന് നിർത്തലാക്കുന്നു അന്നു മുതൽ വന്യമൃഗശല്യം കുറയും എന്നാണ് അദ്ദേഹം പറയുന്നത്. ജസ്റ്റിൻ തരകൻ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, സുകന്യ സമൃദ്ധി യോജനയിൽ ചേർന്നവർക്ക് പണം നഷ്ടമാകുമെന്ന ഭീതി ഉണ്ടാകുന്നു. പേരൻസിനു പകരം മറ്റുള്ളവരെ ഗാർഡിയനായി ചേർത്തവർക്കാണ് പ്രശ്നം. മോഡിഫിക്കേഷൻ അനുവദിക്കാതെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ഉത്തരവില്ല അത്തരത്തിൽ എന്നാണ് അവർ അഭിപ്രായപ്പെടുന്നതെന്ന് പറയുന്നത്. ഒരു വിഷയം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്, അതിനുമായി ബന്ധപ്പെട്ട വസ്തുത നമുക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം അത്തരത്തിലൊരു വിഷയം നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അങ്ങനെ പ്രേക്ഷകർ സജീവമായി തന്നെ നമ്മോടൊപ്പം ചേർന്നു, ജനകീയ വിഷയങ്ങളിലൊക്കെ പ്രതികരണം അറിയിച്ചു എന്ന് നന്ദി രേഖപ്പെടുത്തുന്നു. പൊതുജനം കഴുതയല്ല സാർ എന്ന പരിപാടിയുടെ ഇന്നത്തെ സമയം പൂർത്തിയാവുകയാണ്. ഇനി നമ്മൾ ഇപ്പോൾ നൽകിയ വാർത്തയുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളിലേക്ക് കൂടിയുണ്ട്. വന്യമൃഗങ്ങളെ പ്രതിരോധിക്കാൻ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ളവ ഒരുക്കിയെങ്കിൽ നിലവിലെല്ലാം പ്രവർത്തനരഹിതമാണ് ആ മേഖലയിൽ. മുടക്കുമുതൽ പോലും കിട്ടാതെ വന്നതോടെ കൃഷി ഉപേക്ഷിക്കുക അല്ലാതെ മറ്റു വഴികളില്ല എന്നാണ് കർഷകർ പറയുന്നത്. ആ പ്രതികരണങ്ങൾ കൂടി കേൾക്കാം.
അപ്പോൾ ആന കിടക്കാതെ എല്ലാം കൂടി ആക്കി ഇങ്ങനെ കൊണ്ടുവരുന്നപ്പോഴാണ് കഴിഞ്ഞ മഴയത്ത് ഇടിയും മിന്നലും സോളാർ കംപ്ലീറ്റ് നശിച്ച്. അപ്പോൾ ആന ഇതെല്ലാം നിരത്തിയിട്ട് ഇതിൽ കയറി ഫുള്ള് റബ്ബറൊക്കെ പോക്കി കഴിഞ്ഞ വർഷം മുതൽ പോക്കൽ തുടങ്ങി. ഈ വർഷം ബാക്കിയുള്ളതും കൂടിയും പോക്കി. 10-25 ലക്ഷം റുപ്യ ഇവിടെ സോളാറിനും ഈ കാനക്കും വേണ്ടിയിട്ട് ഇവിടെ തന്നെ ചിലവാക്കി. ഇതെല്ലാം നശിച്ച് ഇപ്പോൾ ഒന്നും ചെയ്യാത്ത രീതിയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. കംപ്ലീറ്റ് ഭൂമി തന്നെ കാലിയായിപ്പോയി. പുതിയ പദ്ധതികൾ ഇപ്പോൾ കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ചതാണ്. ഞങ്ങളും കൃഷിയിലേക്ക് ഇത്തരം പദ്ധതികൾ പ്രഖ്യാപിക്കാമെന്നല്ലാതെ ഒരാളും കൃഷിയിലേക്ക് വരികയില്ല. കൃഷിയിലേക്ക് വരണമെങ്കിൽ അതിനുള്ള സഹായം സർക്കാരും ബാക്കിയുള്ള കാര്യങ്ങളും ഉണ്ടാകണം. അല്ലാതെ ആരും കൃഷിയിലേക്ക് വരികയില്ല. അധ്വാനിക്കുന്നവന് കിട്ടണമെങ്കിൽ അതിന് അത്രയും സപ്പോർട്ട് കിട്ടണം. മണ്ണിൽ കിടന്ന് പണിയെടുത്ത് അധ്വാനിക്കുന്ന അവനെ നോക്കാൻ ഒരുത്തനും ഇല്ല എന്നുള്ള സത്യം. കർഷകന് ഈ മണ്ണിൽ പണിയെടുത്ത് ജീവിതം മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. കോഴിക്കോട് ജില്ലയിലെ എല്ലാ മലയോര പഞ്ചായത്തുകളിലും ആനശല്യം വളരെ രൂക്ഷമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചക്കിട്ടപ്പാറ പഞ്ചായത്ത്, ഇപ്പോൾ പനങ്ങാട് പഞ്ചായത്ത്, കൂരാത്തുണ്ട് പഞ്ചായത്ത്, കോടഞ്ചേരി പഞ്ചായത്ത്, കൂടരഞ്ഞി പഞ്ചായത്ത്, എല്ലാ പഞ്ചായത്തുകളിലും ആന നിരങ്ങി കൃഷി നശിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ കർഷകൻ എന്നുള്ള ഒരു വിഭാഗം തന്നെ ഇല്ലാണ്ടാവുക. കുറേ കാലങ്ങളായിട്ട് ഈ വന്യമൃഗശല്യം മൂലം വളരെയധികം വിഷമങ്ങൾ നേരിടുന്ന ഒരു മേഖലയായിട്ടാണ് മാറുന്നത്. കാരണം അതിനൊരു ഉത്തരവാദി എന്ന് പറയുന്നത് വനം വകുപ്പും കൂടിയാണ്, അല്ലെങ്കിൽ വന്യജീവി സംരക്ഷണ വകുപ്പും കൂടിയാണ്. കാരണം അവരുടെ ഭാഗത്തു നിന്ന് അവർക്ക് ശമ്പളം കൊടുക്കുന്ന ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ളൊരു പ്രവർത്തനമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അപ്പോൾ അത്തരത്തിൽ ആശങ്കയുണ്ട്. അക്കാര്യത്തിൽ പരിഹാരമുണ്ടാകണം, വനവകുപ്പ് ഇടപെടണം എന്നുള്ള ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. സർക്കാരിൻ്റെ ഒരു ഇടപെടൽ ആ വിഷയത്തിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.